മാധവാ പീതാംബരാ ഞാൻ നിന്നെ ഓർക്കുന്നിതാ. ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. വേനൽ കനവിൽ പെയ്യുന്നില്ലേ. ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. ഭഗവാനെ കൃഷ്ണ, എൻ്റെ അമ്മയ്ക്ക് നല്ലത് വരാൻ വേണ്ടിയാ ബലിയിടുന്നതെന്നാ പറഞ്ഞത്. എൻ്റെ അമ്മയ്ക്ക് നല്ലത് വരുത്തണേ. അമ്മയ്ക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാവണേ. അമ്മേ, അമ്മ സന്തോഷമായിട്ടിരിക്കണം. അമ്മ പോയതിൽ പിന്നെ എനിക്കിവിടെ ആരും കൂട്ടില്ല. അച്ഛൻ എന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും അമ്മയെ പോലെ എൻ്റെ അടുത്ത് എപ്പോഴും ഇരിക്കാൻ അച്ഛന് പറ്റില്ലല്ലോ. എനിക്ക് കൂട്ടുകിട്ടാൻ വേണ്ടിയാ അച്ഛൻ പുതിയ അമ്മയും സൂര്യചേട്ടനെയും കൊണ്ടുവന്നേ. പക്ഷേ അവർക്കെന്നെ ഇഷ്ടമൊന്നുമല്ല. എനിക്കിപ്പോൾ ആരും കൂട്ടില്ല അമ്മേ. അച്ഛനില്ലാത്തപ്പോൾ എനിക്ക് വീട്ടിലിരിക്കാൻ തന്നെ പേടിയാ. സൂര്യചേട്ട എപ്പോഴാ എന്നോട് വഴക്കുണ്ടാക്കുന്നേന്നറിയില്ല. സ്കൂൾ ബസ്സിൽ കയറാൻ പോകുമ്പോൾ കണ്ണേട്ടനെ കാണും. കണ്ണേട്ടൻ മാത്രമാ എന്നോട് സ്നേഹത്തോടെ സംസാരിക്കുന്നത്. പക്ഷേ കണ്ണേട്ടനെ ഇടയ്ക്കല്ലേ കാണാൻ പറ്റൂ. അമ്മ ഭഗവാന്റെ അടുത്തല്ലേ. എനിക്കൊരു കൂട്ടുകാരൻ അമ്മ ഭഗവാനോട് പറയൂ. അല്ലെങ്കിൽ എന്നെയും കൂടെ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോവോ? എനിക്ക് ആരുമില്ലെന്ന് തോന്നുന്നു അമ്മേ. എനിക്ക് മിണ്ടാനും പറയാനും ആരുമില്ല. മോളെ മോളെ അങ്ങോട്ട് പോരുത്. അച്ഛാ ഇതേതോ ക്ഷേത്രത്തിലെ വിഗ്രഹമാണെന്ന് തോന്നുന്നല്ലോ. ഈ വിഗ്രഹം വെച്ചാ ഞാൻ സ്വപ്നം കാണാറുള്ളത്. ഇതാ ഞാൻ വാങ്ങിത്തരാന്ന് ചോദിച്ച അച്ഛനോട്. നമുക്കിത് വീട്ടിൽ കൊണ്ടുപോവാ.
കടലിൽ നിന്ന് കിട്ടിയ വിഗ്രഹം കടലിൽ തന്നെ ഉപേക്ഷിച്ചാൽ മതിയായിരുന്നു. ഇതിന്റെ പിന്നിൽ എന്തൊക്കെ കഥയുണ്ടെന്നോ ഇതിന്റെ ശക്തി എന്താണെന്നോ ഒന്നും അറിയാതെ ഇതെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവരേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു. മീരമോള് ഇടയ്ക്കൊരു കൃഷ്ണ വിഗ്രഹം സ്വപ്നം കാണുമായിരുന്നു. ഒരിക്കൽ അങ്ങനെ ഒരു വിഗ്രഹം വേണമെന്ന് പറഞ്ഞ് മോള് വാശി പിടിക്കുകയും ചെയ്തിരുന്നു. ഇന്നേ വരെ ഒരു കാര്യത്തിനും ആഗ്രഹം പറയുകയോ വാശി പിടിക്കുകയോ ചെയ്യാതിരുന്നിട്ടുള്ള മീര സ്വപ്നത്തിൽ കാണുന്ന വിഗ്രഹം വേണമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു വിഗ്രഹം വാങ്ങിക്കൊടുത്തു. പക്ഷെ അന്നേ അവള് പറഞ്ഞു അത്തരമൊരു വിഗ്രഹം അല്ല അവൾ സ്വപ്നത്തിൽ കാണുന്നതെന്ന്. ബലിയിട്ട് പ്രാർത്ഥിക്കാൻ നിൽക്കുന്ന സമയത്താ ഇത് മണലിൽ തെളിഞ്ഞു വന്നതും നമുക്ക് കിട്ടിയതും. ഈ വിഗ്രഹം കണ്ടപ്പോഴേ മോള് പറഞ്ഞു ഇതാണ് അവള് സ്വപ്നത്തിൽ കണ്ടിരുന്നതെന്ന്. അവള് കൊച്ചല്ലേ ഹരിയേട്ടാ? ഒരു വിഗ്രഹം അവൾക്ക് യാദൃച്ഛികമായിട്ട് കടലിൽ നിന്ന് കിട്ടി. അത് കണ്ടപ്പോ പണ്ടെങ്ങോ സ്വപ്നത്തിൽ കണ്ട വിഗ്രഹമാണെന്ന് അവക്ക് തോന്നി. അത്രേ ഉള്ളൂ. അല്ലാതെ ആ വിഗ്രഹം തന്നെയാണ് ഇതെന്നും ഇതിനെന്തോ ദൈവിക പരിവേഷം ഉണ്ടെന്നും ഒക്കെ കരുതി എന്താ ഏതാന്നറിയാത്ത ഒന്നെടുത്ത് വീടിനുള്ളിൽ കൊണ്ടുവന്ന് അപകടം വരുത്തി വെക്കാൻ പാടില്ല. അങ്ങനെയല്ല അച്ഛാ, ഞാൻ ഇത് തന്നെ സ്വപ്നം കണ്ടത്. എനിക്കിത് വേണം. മോളെ, നീ കാര്യം അറിയാതെ വാശി പിടിക്കല്ലേ. പല ക്ഷേത്രങ്ങളും പുനഃപ്രതിഷ്ഠ നടത്തുമ്പോ പഴയ വിഗ്രഹങ്ങൾ മാറ്റാറുണ്ട്. പിന്നെ ചില കുടുംബക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങളും ക്ഷേത്രം പൊളിച്ചു മാറ്റുമ്പോ കടലിൽ ഉപേക്ഷിക്കാറുമുണ്ട്. അങ്ങനെ വല്ലതും ഉള്ളതാണെങ്കിലോ അതിൽ ശാപോ മറ്റു വല്ല പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ വീട്ടിൽ വന്ന് കേറും. അതുകൊണ്ട് നമ്മൾ എന്തിനാ വെറുതെ ഓരോ വയ്യാവേലി എടുത്ത് തലേ വെക്കുന്നത്? എത്രയും പെട്ടെന്ന് ഇത് കിട്ടിയ സ്ഥലത്ത് തന്നെ കൊണ്ട് ഉപേക്ഷിക്കുന്ന നമുക്ക് നല്ലത്. ഒരു കാരണവശാലും ഇത് വീട്ടിൽ വെക്കാൻ ഞാൻ സമ്മതിക്കില്ല. മാറിക്കേ അമ്മേ, ഇറങ്ങ പതുക്കെ പതുക്കെ പിടിക്ക. വാ. മീര സ്വപ്നം കണ്ടിരുന്ന വിഗ്രഹം കടൽ തീരത്ത് നിന്ന് കിട്ടിയെന്നറിഞ്ഞപ്പോ അമ്മയ്ക്ക് ഉടനെ തന്നെ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. ഞാൻ കൊണ്ടുവന്നില്ലെങ്കിൽ അമ്മ ടാക്സി വിളിച്ച് പോരുമെന്ന് എനിക്ക് ഉറപ്പായി. അതാ വേഗം ഇങ്ങ് എത്തിയത്. ഇതാണോ ആ വിഗ്രഹം? അതെ. ഭഗവാനെ, ഭഗവാനെ, എന്റെ കൃഷ്ണ, എന്റെ ജന്മത്തിൽ നിന്നെ ഇനി ഒരു നോക്ക് കാണാൻ സാധിക്കുമെന്ന് ഞാൻ കരുതിയില്ല. എന്റെ മേരുമോള് വഴി എനിക്ക് ആ ഭാഗ്യം നീ തന്നല്ലോ. സന്തോഷായി ഭഗവാനെ. എന്റെ ഈ ജന്മം സഫലമായി. അവിടെ നിരുത്തു മക്കളെ. അമ്മ അതിങ്ങെടുത്തേ, ഇതങ്ങോട്ട് മാറ്റി വയ്ക്കേ. അമ്മ അവിടെ ഇരിക്കാം. പതുക്കെ പതുക്കെ. എന്റെ കുട്ടി, പുണ്യം ചെയ്ത ജന്മ നിന്റേത്. എത്ര തലമുറകൾ നമ്മുടെ തറവാട്ടിലെ ക്ഷേത്രത്തിൽ വെച്ച് പൂജിച്ച വിഗ്രഹം ഇതെന്നറിയാമോ?
ഒരിക്കലും എങ്ങനെയോ ഇത് ക്ഷേത്രത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അന്ന് തുടങ്ങിയ ദുരിതമാണ് തറവാട്ടിൽ. എന്നാൽ ഇന്ന് സ്വന്തം ബന്ധങ്ങളെല്ലാം എവിടെയാണെന്ന് പോലും അറിയാതെ കുടുംബങ്ങൾ ഛിന്നഭിന്നമായി പോയി. സുഹൃതക്ഷയം സംഭവിച്ച് തറവാട് നിലം പൊത്തി. ക്ഷേത്രം വരുന്ന സ്ഥലം പോലും മറ്റാരോ കൈക്കലാക്കി. അമ്മ പറഞ്ഞത് ശരിയാ. ഏത് ജോത്സ്യരെ പോയി കണ്ടാലും കർമ്മ തടസ്സത്തിന്റെ കാരണമായി അവര് പറയുന്നത് പരദേവതയുടെ സാമീപ്യവും അനുഗ്രഹവും ഇല്ലെന്നാ. വിഗ്രഹം തിരിച്ചു കിട്ടി അത് കുടുംബത്തിലെ ആരെങ്കിലും പൂജിച്ചു തുടങ്ങിയാലേ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാവൂന്നും അവര് പറഞ്ഞിരുന്നു. അതിനുള്ള ഭാഗ്യം എന്റെ ഈ മീരമോൾക്കാ കിട്ടിയിരിക്കുന്നത്. അതാണ് ഈ വിഗ്രഹം മോൾക്ക് തന്നെ കിട്ടിയത്. ഇത് തറവാട്ടിൽ നിന്ന് നഷ്ടപ്പെട്ട വിഗ്രഹം തന്നെയാണെന്ന് ഉറപ്പാണോ? അതെ, എന്റെ കണ്ണിലും മനസ്സിലും ഒരിക്കലും മായാതെ ഈ രൂപം എന്നും ഉള്ളതാണ്. എവിടെ കണ്ടാലും എന്റെ ഭഗവാനെ എനിക്ക് തിരിച്ചറിയാം. കുറെ കാലം കടലിൽ കിടന്നതിന്റെ മാറ്റങ്ങൾ മാത്രമേ ഈ വിഗ്രഹത്തിനുള്ളൂ. അതും സ്വപ്നത്തിൽ ഞാൻ കണ്ടിരുന്നതാണ്. എന്നാലും ക്ഷേത്രത്തിൽ വെച്ചിരുന്ന വിഗ്രഹം വീട്ടിൽ വെക്കുന്നത് ശരിയാണോ? എനിക്കെന്തോ അതത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. ഈ വിഗ്രഹം ഭഗവാനായിട്ട് മീരമോൾക്കരികിൽ എത്തിച്ചതാണ്. ഇത് അവൾക്ക് മാത്രം അവകാശപ്പെട്ട വിഗ്രഹമാണ്. അവൾ തന്നെ ഇത് പൂജിക്കണമെന്നാണ് വിധി. ഇനി ഒരു തർക്കവും വേണ്ട. അമ്മ പറഞ്ഞതുപോലെ തന്നെ മതി. മീരമോൾ ആഗ്രഹിച്ചതും അത് തന്നെയാ. വിഗ്രഹം ഇവിടുത്തെ പൂജാമുറിയിൽ വയ്ക്കാം. മോളെ, ഭഗവാനെ മോള് തന്നെ കൊണ്ടുപോയി പൂജാമുറിയിൽ വയ്ക്കേ. നമ്മുടെ തറവാട്ടിൽ തലമുറകളായിട്ട് പൂജിച്ചിരുന്ന വിഗ്രഹമായത്. ഇത് നഷ്ടപ്പെട്ടത് എങ്ങനെയാണെന്നോ ഇത് മോളുടെ കൈകളിലേക്ക് തിരിച്ചെത്തിയത് എങ്ങനെയാണെന്നോ ആർക്കും അറിയില്ല. അതെല്ലാം ഭഗവാന് മാത്രം അറിയാവുന്ന രഹസ്യമാണ്. എങ്കിലും മോള് ജനിക്കുന്നതിന് മുൻപ് ഭഗവാൻ മുത്തശ്ശിക്ക് സ്വപ്നത്തിൽ ദർശനം തന്ന് ഈ വിഗ്രഹം മോൾക്ക് കിട്ടുമെന്നും പറഞ്ഞിരുന്നു. ഈ വിഗ്രഹത്തെ വീണ്ടും പൂജിച്ചു തുടങ്ങുന്നതോടെ നമ്മുടെ തറവാട്ടിലെ കുടുംബങ്ങളിലെ ഐശ്വര്യം തിരികെ വരുമെന്നും പറഞ്ഞിരുന്നു. അതുകൊണ്ട് എല്ലാ ദിവസവും മുടങ്ങാതെ ഈ വിഗ്രഹത്തെ പൂജിച്ചു പ്രാർത്ഥിക്കണം. ഈ വിഗ്രഹം ഒരിക്കൽ കൂടി കാണാനും നമ്മുടെ പാരമ്പര്യം മോക്ക് പറഞ്ഞു തരാനും ആവും ഈശ്വരൻ ഇത്രയും നാളും എനിക്ക് ആയുസ് തന്നത്. മുത്തശ്ശി, ഞാൻ എങ്ങനെയാ ഭഗവാനെ പൂജിക്കേണ്ടത്? അതെല്ലാം ഞാൻ പറഞ്ഞു തരാം. പണ്ട് നമ്മുടെ തറവാട്ടിലെ ക്ഷേത്രത്തിൽ നിന്നും ഈ വിഗ്രഹം നഷ്ടപ്പെട്ട് കുറച്ചു നാള് കഴിഞ്ഞപ്പോ മുത്തശ്ശൻ കിടപ്പിലായി. ഒരിക്കൽ മുത്തശ്ശൻ എന്നെ അടുത്ത് വിളിച്ച് ചെവിയിലൊരു മന്ത്രം ഉപദേശിച്ചു തന്നു. നഷ്ടപ്പെട്ട വിഗ്രഹം ഒരിക്കൽ തിരിച്ചു കിട്ടുമെന്നും അന്ന് അത് കിട്ടുന്ന തറവാട്ടിലെ പരമ്പരയ്ക്ക് മന്ത്രം ഉപദേശിച്ചു കൊടുക്കണമെന്നും മുത്തശ്ശൻ എന്നോട് പറഞ്ഞിരുന്നു. അന്നങ്ങനെ മന്ത്രം ഉപദേശിക്കാൻ ഭഗവാൻ മുത്തശ്ശനെ തോന്നിപ്പിച്ചതാവും. വർഷങ്ങളോളം ഈ ദേവനെ ഉപാസിച്ച ആളാണ് മുത്തശ്ശൻ. അവർക്കെല്ലാം ത്രികാലജ്ഞാനം ഉണ്ടാവും. എല്ലാം
ഭഗവാന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. ഭഗവാനെ. അന്ന് മുത്തശ്ശൻ എന്റെ ചെവിയിൽ പറഞ്ഞു തന്ന മന്ത്രം ഞാൻ മോൾക്ക് പറഞ്ഞു തരാം. അതെന്നും ഭഗവാന്റെ മുന്നിലിരുന്ന് ജപിച്ച് പൂക്കളോ തുളസിയോ അർപ്പിക്കണം. ശരി മുത്തശ്ശി. ആ, ഈ മന്ത്രം വേറെ ആർക്കും പറഞ്ഞു കൊടുക്കരുത്. ആരും കേൾക്കുന്ന രീതിയിൽ ചൊല്ലാനും പാടില്ല. മറ്റൊരാൾക്ക് മന്ത്രോപദേശം കൊടുക്കാൻ സമയമാവുമ്പോ ഭഗവാൻ തന്നെ മോക്ക് നിർദ്ദേശം തന്നോളൂ. തൊഴുത് പ്രാർത്ഥിച്ചോളൂ. ഭഗവാനെ. മോളെ, മനസ്സിൽ ഈ മന്ത്രം നിരന്തരം ജപിച്ചോളൂ. കുറെ ജപിച്ചു കഴിയുമ്പോ ആ മന്ത്രം മോളുടെ പ്രാണനായി മാറിക്കോളൂ. ദാമ, കുടിച്ചോ. ശോ, സംഭവിച്ച കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോ എന്റെ മനസ്സിൽ നിന്ന് ആ അമ്പരപ്പ് ഇപ്പോഴും വിട്ടുമാറുന്നില്ലമ്മേ. 10-60 വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ട വിഗ്രഹം അത് കടലിനടിയിൽ കിടക്കുന്നതായിട്ട് അമ്മ സ്ഥിരമായി സ്വപ്നം കാണും. അതുപോലെ സ്വപ്നം മീരയും കാണുക. മീര ജനിക്കുന്നതിന് മുൻപേ അത് അവൾക്ക് തന്നെ കിട്ടുമെന്ന് ഭഗവാൻ സ്വപ്നത്തിൽ വന്ന് അമ്മയോട് പറയുന്നതും അത് അവൾക്ക് തന്നെ കിട്ടിയതും എല്ലാം ഒരു കഥ പോലെ തോന്നുക അമ്മേ. എല്ലാം ഭഗവാന്റെ തീരുമാനം പോലെ നടക്കുന്ന കാര്യങ്ങളല്ലേ. അതെല്ലാം കണ്ടു നിൽക്കാനും അത്ഭുതപ്പെടാനുമേ നമുക്ക് സാധിക്കൂ. എന്നാലും ഇതിലൊക്കെ ഒരു സത്യം ഉണ്ടെന്ന് നമ്മളെ ഒന്നുകൂടെ ബോധ്യപ്പെടുത്തുന്ന ഒരു സംഭവമായി പോയി. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഓരോ നിമിഷവും നിരീക്ഷിച്ചാൽ ഈശ്വരൻ എന്ന സത്യം നമുക്ക് ബോധ്യപ്പെടാവുന്നതേയുള്ളൂ. ആ ശക്തിയെ പലരും പല പേരിൽ വിളിക്കുന്നു. ചിലരത് അംഗീകരിക്കും, ചിലരത് ആരാധിക്കും, മറ്റു ചിലർ അതിനെ തള്ളിപ്പറയും. എങ്ങനെയായാലും സത്യമെന്നും സത്യമായി തന്നെ ഉണ്ടാവും. നീ പറഞ്ഞതുപോലെ ഞാൻ ആ വിഗ്രഹം സ്വപ്നം കണ്ടിരുന്നെങ്കിലും ഈ ജന്മത്തിൽ തന്നെ വീണ്ടും അത് നേരിൽ കാണാൻ സാധിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. ഇന്നത് കാണാൻ സാധിച്ചപ്പോ മനസ്സിലുണ്ടായ സന്തോഷവും നിർവൃതിയും എനിക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞു തരാൻ അറിയില്ല. അമ്മയ്ക്കുണ്ടായ സന്തോഷം എനിക്ക് അമ്മയുടെ മുഖത്ത് കാണാൻ കഴിഞ്ഞിരുന്നു. മീര ആ വിഗ്രഹം പൂജിച്ചു തുടങ്ങുന്നതോടെ കാര്യങ്ങൾക്കെല്ലാം ഒരു മാറ്റം വരും. പാരമ്പര്യത്തിന്റെ ശക്തി നമ്മുടെ എല്ലാം ശരീരത്തിലും മനസ്സിലും എല്ലായിടത്തും ഉണ്ട്. പരദേവതയുടെ ഉപാസന ആരംഭിക്കുമ്പോൾ പാരമ്പര്യത്തിന്റെ അനുഗ്രഹവും കുടുംബത്തിലെ എല്ലാവർക്കും കിട്ടിത്തുടങ്ങും. ഹലോ,
അതെ. ആണോ? ആ, ഓക്കെ. താങ്ക്സ് എ ലോട്ട്. അമ്മേ, അമ്മ പറഞ്ഞതല്ല 100% സത്യമാ. ആരായിരുന്നു ഫോണില്? കുറെ നാളായിട്ട് മാറാതിരുന്ന ബില്ലുകളാ. നാളെ ചെന്ന് അത് സൈൻ ചെയ്ത് തരാന്ന്. ട്രഷറി ചെന്ന് പണം വാങ്ങിക്കോളാനാ ഫോൺ വന്നിരിക്കുന്നേ. എന്റെ കൃഷ്ണ, നീ തന്നെ തുണ. എന്റെ മക്കളുടെ സങ്കടങ്ങളെല്ലാം മാറ്റിക്കൊടുക്കണേ ഭഗവാനെ. എല്ലാവർക്കും നന്മ വരുത്തണേ ഈശ്വര.